സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്ന വീഡിയോ കുറുവാദ്വീപിനെ പറ്റിയാണ്. കുറുവാദ്വീപ് എല്ലാവർക്കും അറിയാം, വയനാട്ടിലാണ് നല്ലത്. അപ്പോൾ കുറുവാദ്വീപിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 950 ഏക്കറാണ് ഈ പറഞ്ഞ ദ്വീപ്. കബനി നദിക്ക് ചുറ്റുമാണ് ഈ ദ്വീപ് ഉള്ളത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബാമ്പു വഴിയുള്ള മുളയുടെ വലിയ ചങ്ങാടത്തിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കുറുവാദ്വീപിലോട്ട് ഒരിക്കലും ഓൺലൈൻ ബുക്കിംഗ് ഇല്ല, ടിക്കറ്റ് നമുക്ക് കിട്ടില്ല. രണ്ട് വഴികൾ, രണ്ട് സൈഡിൽ നിന്ന്, ഒന്ന് മാനന്തവാടി സൈഡിൽ നിന്നും ഒന്ന് പുൽപ്പള്ളി സൈഡിൽ നിന്നുമാണ് ഇതിലോട്ടൊരു എൻട്രൻസ് ഉള്ളത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് 284, രണ്ടാമത്തെ സൈഡിൽ നിന്ന് 285, അങ്ങനെ മൊത്തം 469 പേരാണ് ഒരു ദിവസം കയറ്റി വിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 3:30 മണിയൊക്കെ കഴിഞ്ഞാൽ ഇതിലോട്ടുള്ള ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ബാമ്പു റാഫ്റ്റിങ്ങോ ബോട്ടിങ്ങോ പോലെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് 80 രൂപയാണ് അഡൽറ്റിന്. ഇന്ത്യൻ അഡൽറ്റിന് 55 രൂപ ഒരു ഇന്ത്യൻ കുട്ടിക്ക്. ഫോറിനർ ആണെങ്കിൽ 150 രൂപയാണ്. കൂടാതെ 10 രൂപ നമ്മൾ ബാമ്പു നമുക്ക് അപ്പുറത്തെ കരയിൽ പോകാൻ വേണ്ടിയുള്ള മുളയിൽ നമ്മൾ വഞ്ചിയിൽ ചങ്ങാടത്തിൽ കൊടുക്കേണ്ടത്. ഈ മുളയുടെ ചങ്ങാടം അവർ ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. 2 ആഴ്ചയോളം എടുക്കും. അവിടെ അത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കുറുവാദ്വീപിലോട്ട് നമ്മൾ കയറുമ്പോൾ എൻട്രൻസിൽ തന്നെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കുകൾ, കുപ്പി മാത്രമല്ല മൊബൈലിൻ്റെ കവറുകൾ. മൊബൈലിൻ്റെ കവർ എന്ന് പറഞ്ഞാൽ വെള്ളം നനയാണ്ടിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളില്ലേ, അങ്ങനത്തെ കവറുകൾ. മൊബൈലിൻ്റെ നമ്മൾ പ്രൊട്ടക്റ്റീവ് കവറല്ല ഉദ്ദേശിച്ചത്. ഇതെല്ലാം നമ്മൾ അവിടെ ഇടാം. തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യും. കാരണം ദ്വീപിൽ വെച്ച് പ്ലാസ്റ്റിക് നമ്മുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ 5000 രൂപയാണ് ഫൈൻ. അത് ശ്രദ്ധിക്കണം. പിന്നെ കുറുവാദ്വീപിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ നടത്തം, വാക്കിംഗ്. അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് പക്ഷികളുള്ള സ്ഥലവും കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു താല്പര്യമുള്ള ആൾക്കാർക്ക് കുറുവാദ്വീപ് ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ മുകളിൽ ചിലവഴിക്കാവുന്ന ഇടമാണ്. പിന്നെ അവിടെ പുഴയിൽ, നമ്മളീ പോകുന്ന ബാമ്പു റാഫ്റ്റിൻ്റെ പുഴയിലും മുതലകളുണ്ട്. അപ്പോൾ ഈ മുതലകൾ പകൽ പൊതുവെ ആൾക്കാരുടെ അനക്കങ്ങളും തിരക്കും കാരണം വരാറില്ല. ഇതുവരെ ആരെയും ശല്യപ്പെടുത്തിയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല. ചില സമയത്ത് വെയിൽ കായാൻ വേണ്ടി മുതലിങ്ങനെ വാ തുറന്ന് വെച്ചിട്ടായിരിക്കും കിടക്കുന്നത്. അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ പല പുഴകളിലും അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇറങ്ങരുതെന്നുള്ളത്. നേരത്തെ കുറുവാദ്വീപിൽ നമ്മൾ പോകുന്ന വഴികൾ 2 സൈഡിലും മുളയുടെ വേലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആനയുണ്ട്. അപ്പോൾ അതൊക്കെ തകർത്തുകൊണ്ട് ഇപ്പോൾ കമ്പിയാണ് വലിച്ചു കെട്ടിയേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓരോ 15 മിനിറ്റ് നമ്മൾ നടക്കുമ്പോഴും ഒരു വാച്ച്മാനെ കാണാൻ പറ്റും. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചിലയിടത്ത് ഇറങ്ങരുത്, അപകടമൊന്നും സൂക്ഷിക്കാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മുതലകളുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇവിടെ മീനെ പിടിക്കാൻ വേണ്ടി ഡൈനാമിറ്റൊക്കെ വെച്ച് പൊട്ടിച്ച് മീൻ പിടിക്കുമായിരുന്നു. ആ സമയത്ത് മുതലകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഇതൊക്കെ നിയമപരമായിട്ട് നിർത്തിയ ശേഷം മുതലകൾ പല സ്ഥലത്തു നിന്നായിട്ട് വന്നു. ഒരുപാട് നല്ല സംഖ്യ മുതലകൾ അവിടെ ഉണ്ട്. പിന്നെ കുറുവാദ്വീപിൽ നമ്മൾക്ക് 9 മണിക്കാണ് നമ്മളെ ഒരു കയറ്റി വിടുന്നതെങ്കിൽ 6:30 മണി മുതൽ ടിക്കറ്റ് കൊടുത്തു തുടങ്ങും. അപ്പോൾ ഈ 9 മണിക്ക് നമ്മൾ കയറ്റുന്നതിന് ഒരു കുറച്ച് മുമ്പായിട്ട് ആദ്യമേ തന്നെ ഈ വാച്ച്മാന്മാർ ഈ ദ്വീപ് മുഴുവൻ നടന്നു നോക്കും. ആന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൃഗങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഓടിച്ച ശേഷം നമ്മുടെ വഴികൾ ക്ലിയർ ചെയ്യും. അതിന് ശേഷമാണ് ടൂറിസ്റ്റിനെ കയറ്റി വിടുന്നത്. പിന്നെ നമ്മൾ ലേറ്റായി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറ്റി വിടില്ല. അതിന് പകരം ടിക്കറ്റിന് എണ്ണം തീർന്നാലും കയറ്റി വിടില്ല. അതിന് പകരം ബാമ്പു റാഫ്റ്റിങ്ങോ 6 പേർക്ക് 300 രൂപയാണ് നമുക്കൊരു ഓപ്ഷൻ. അപ്പോൾ കഴിയുന്ന നേരത്തെ ചെല്ലുക. ഓൺലൈൻ ടിക്കറ്റിംഗ് ബുക്കിംഗ് ഇല്ല, ഒന്നൊരു പറയുകയാണ്. ഇനി നമ്മൾക്ക് കുറുവാദ്വീപിൽ താമസിക്കണമെങ്കിൽ, ഈ ദ്വീപിൽ താമസിക്കാൻ പറ്റില്ല, പക്ഷേ കബനി നദിയുടെ തീരത്ത് തന്നെ കുറുവാദ്വീപ് റിസോർട്ട് ആൻഡ് സ്പായാണ്. ഇത്തിരി എക്സ്പെൻസീവ് ആണ്, പക്ഷെ അവിടെ നമുക്ക് ചിലവഴിച്ച കുറുവാദ്വീപിൻ്റെ രാത്രികൾ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്ന് 20 കിലോമീറ്ററാണ്. മാനന്തവാടി വഴി വരികയാണെങ്കിൽ 14 കിലോമീറ്ററാണ്. എക്കോ ടൂറിസം സ്പോട്ടാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിവിടെ വരേണ്ടതാണ്. വയനാട് പോകുമ്പോൾ കുറുവാദ്വീപിൽ പോകാണ്ട് യാത്ര മുഴുവനാവില്ല. അപ്പോൾ നിങ്ങളും പ്ലാൻ ചെയ്യുക. അടുത്ത വയനാട് യാത്രയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഒക്ടോബർ മുതൽ മെയ് വരെ മാത്രമേ പെർമിഷനുള്ളൂ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് പ്ലാൻ ചെയ്ത് വരിക. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.